ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഞാനിപ്പോൾ ഈ ഒരു റോഡിൽ നിങ്ങളെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓരോ ഗിയറിലുള്ള ക്ലച്ച് റിലീസിങ് കറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റോഡുകളിലൂടെ വണ്ടി ഓടിക്കേണ്ട സാഹചര്യങ്ങളാണ് വരുന്നത്. ചിലപ്പോൾ കയറ്റം വരും, ചിലപ്പോൾ ഇറക്കം വരും, ചിലപ്പം വളവ് വരും, ചിലപ്പോൾ ഗട്ടർ വരും. അങ്ങനെ വ്യത്യസ്ത റോഡുകളിലൂടെ വണ്ടി ഓടിച്ചു പോകണം. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയറുകൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരേണ്ടി വരും, ചിലപ്പോൾ ഫസ്റ്റിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗിയർ മാറുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടേണ്ടതും ക്ലച്ച് കൃത്യമായിട്ടും റിലീസ് ചെയ്യേണ്ട ഒരു രീതി ഡ്രൈവിങ്ങിലുണ്ട്. ഓരോ ഗിയറിലും ക്ലച്ച് ചവിട്ടേണ്ടതും ക്ലച്ച് റിലീസ് ചെയ്യേണ്ടതും. ഇത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നതെങ്കിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്മൂത്തായിട്ട് ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അതായത് നമ്മളൊരു വാഹനം ഇത്തരത്തിൽ വ്യത്യസ്ത റോഡുകളിൽ ഓടിക്കുന്ന സമയത്ത് റോഡ് വ്യത്യസ്തമാണ്. കയറ്റവും ഇറക്കവും വളവും ഗട്ടറും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത റോഡുകളിൽ നമ്മൾ ഓടിക്കുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന ടൈമിങ്ങിന് വേരിയേഷൻ വരും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് പതുക്കെ റിലീസ് ചെയ്യേണ്ടി വരും. അത് പോകുന്ന വാഹനത്തിൻ്റെ വേഗതയും റോഡിൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ്, അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകുന്ന പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് ഓരോ ഗിയറിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ ഒന്ന് വാഹനം ഓടിച്ചു തുടങ്ങാം. ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ വാഹനം ഓരോ ഗിയർ മാറി ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയച്ചു മാറ്റാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇത് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തു വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ വരുന്നു. ഈ പോയിന്റ് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും, വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും. ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കുകയാണ്. കണ്ടോ, പെട്ടെന്നല്ല കാലയക്കുന്നത്, പതിയെ കാലയക്കുകയാണ്. പതിയെ കാലയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഞാൻ മൂവായി. അത്യാവശ്യം വാഹനം മൂവായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇടത്തെ കാല് ക്ലച്ച് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ ഓരോ ഗിയറിലും നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു കയറ്റം കൂടിയ റോഡ് വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇനി ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ് ആക്കും. ആദ്യം നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ അത്യാവശ്യം നല്ലൊരു മൂവ് ആക്കുന്നു. മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വന്നു. എന്നിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഇട്ടു. നിങ്ങൾ നോക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ കാലയച്ചത് ഏകദേശം ഒരു 3-4 സെക്കൻഡുകൾ കൊണ്ടാണ് ക്ലച്ചിൽ നിന്ന് കാലയച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ക്ലച്ചിൽ നിന്ന് ഞാൻ പെട്ടെന്നല്ല കാലയച്ചത്. അതിനൊരു കാരണമുണ്ട്. ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാല് നമ്മൾ ഒറ്റയടിക്ക് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരറിയും. ഒരു ചാട്ടം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അടുത്തൊരു ഗിയറിലേക്ക് വന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നത് ഒരു 2-3 സെക്കൻഡ് കൊണ്ട്, ഒരു 3-4 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നതെങ്കിൽ സ്മൂത്തായിട്ട് അടുത്തൊരു ഗിയറിലേക്ക് വന്ന് ക്ലച്ച് അയഞ്ഞ് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരമാവധി തേർഡ് ഗിയർ കൊടുക്കുന്നത് എവിടെയാണ്? അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വരുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കണം. മനസ്സിലായല്ലോ? സ്പീഡാക്കുന്ന സമയത്ത് നമ്മൾ മെല്ലെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലേക്ക് വെക്കുക. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഒരു 1, 2, 3, 4 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ എടുത്തു, ഒരു പ്രശ്നമില്ല. ഓൾറെഡി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയതുകൊണ്ട് തന്നെ ഒരു 3, 4, 5 സെക്കൻഡ് കൊണ്ടോ നിങ്ങൾക്ക് പതിയെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ജെർക്കില്ലാതെ വരും, ജെർക്കില്ലാതെ ഇടാൻ പറ്റും. എന്നാൽ ചില ആൾക്കാർക്ക് തേർഡ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ടുള്ള താമസം വരുമ്പോൾ വണ്ടി ഓഫായി പോകാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കാതെ ആയിരിക്കും അടുത്തൊരു ഗിയർ ഇടുന്നത്. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ ശ്രമിച്ചാൽ വണ്ടി ഓഫായി പോകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഞാൻ വണ്ടി സ്ലോ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്.
എന്നിട്ട് ക്ലച്ച് അയച്ചു, വണ്ടി ഇങ്ങോട്ട് മൂവായി. ഞാൻ ഇവിടെ ക്ലച്ച് പിടിച്ച് തേടിട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ പതുക്കെ കാലെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും, ആ ഗിയറിൽ പോകില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അടുത്തൊരു ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത വാഹനത്തിന് എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ആക്സിലറേഷൻ്റെ റണ്ണിങ്ങിൽ കുറേ നേരം വണ്ടി ഉരുണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടാനും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ടാകും. അതുകൊണ്ടാണ് ഓരോ ഗിയറിലും ആക്സിലറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. എന്നിട്ട് ഇവിടെ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. നിങ്ങൾ നോക്കുക, മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഇട്ടു, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. അവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, പതിയെ റിലീസ് ചെയ്തു. വീണ്ടും ഞാൻ അടുത്തൊരു ഗിയർ കൊടുക്കാൻ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ച് തേടിട്ടു, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് കറക്റ്റായിട്ട് വന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇവിടെ ആക്സിലറേഷൻ്റെ ഒരു റോള് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗിയർ എടുക്കുക. ഇനി ഇറക്കം കൂടിയ റോഡിലാണെങ്കിലോ നമുക്ക് സുഖകരമായിട്ട് ചുമ്മാ ക്ലച്ച് പിടിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ്, ക്ലച്ച് പിടിച്ച് 4th ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് ചെയ്യുന്ന 2-3 സെക്കൻഡിന് കൊണ്ട് റിലീസ് ചെയ്ത് വന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് 4th ഗിയറിലേക്ക് വരാൻ സാധിച്ചു. ഇനി 5th കൊടുക്കണം. അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിച്ച് ഇതുപോലെ 5th കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയച്ചാൽ നമ്മുടെ വണ്ടി ഇതുപോലെ വളരെ സുഖകരമായിട്ട് വരും. നിങ്ങൾക്ക് പിടികിട്ടിയോ? അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ടുള്ള ഓരോ ഗിയറിലും ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത്. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ, ഇപ്പോൾ ഇറക്കം കൂടിയ റോഡിൽ വരികയാണ്, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഇവിടെ ഒരു വളവ് കണ്ടു, നേരത്തെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി. ഇറക്കം കൂടിയാണെങ്കിൽ റോഡിലാണെങ്കിൽ നേരത്തെ ഫുൾ ക്ലച്ച് ചവിട്ടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4th കൊടുക്കുന്നു. 4th കൊടുത്തിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് വരിക. ഇങ്ങനെ റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ പക്ഷേ ഈ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് നമ്മൾ പതിയെ റിലീസ് ചെയ്ത് വന്നാലും വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി വീണ്ടും നിങ്ങൾ നോക്കി, ഇവിടെ നല്ലൊരു വളവ് വരുന്നു, 4th പോകത്തില്ല. അപ്പോൾ അഡ്വാൻസ് ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്തു, 3rd ഗിയറിലേക്ക് ഇട്ടിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യണം, അല്ലാതെ ഒറ്റയടിക്ക് എടുക്കരുത്. നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇറക്കം കൂടിയ റോഡുകളിൽ നമ്മളിങ്ങനെ ഗിയർ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഇവിടെ ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ നമ്മൾ സ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് നമ്മളൊരു കയറ്റം കയറുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അവിടെ വ്യത്യസ്ത രീതിയിലാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ 3rd ഗിയറിലാണ് ചെറിയൊരു ടേൺ എടുത്ത് വരുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ 4th കൊടുത്തു. ഇങ്ങനെ 4th കൊടുത്ത് പോകുന്ന സമയത്ത് എനിക്ക് 4th പോകാനായിട്ട് കഴിയുന്നില്ല. എൻ്റെ വണ്ടിയുടെ വേഗത കുറയണം, ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കേ വന്നിട്ട് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് 3rd കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയിച്ച് ആക്സിലറേഷൻ കൊടുക്കണം. അത് നിരപ്പായിട്ടുള്ള റോഡോ അല്ലെങ്കിൽ ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് അത്തരത്തിലുള്ള ചെറിയ കയറ്റങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയപ്പം ക്ലച്ച് പിടിച്ചു 4th കൊടുത്തു, ക്ലച്ചിൽ നിന്ന് ഞാൻ കാലയച്ചു. മനസ്സിലായോ? 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വളവായതുകൊണ്ട് ക്ലച്ച് പിടിച്ച് അഡ്വാൻസ് 3rd കൊടുത്ത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് 3rd ഗിയറിൽ 4th പോകാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ 3rd കൊടുക്കുന്നത്. 3rd കൊടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു താമസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി റോഡിൽ ഓഫായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഞാനിങ്ങനെ 3rd വരികയാണ്, ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു. അപ്പോൾ കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഒരു വളവും കയറ്റമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ 2nd ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് എന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ നേരത്തെ ക്ലച്ച് പിടിച്ച് 2nd ഗിയർ കൊടുത്ത് ക്ലച്ച് എന്ന് കാലയച്ചുകൊണ്ട് എനിക്ക് കയറി വരാൻ പറ്റി. ഇല്ലെങ്കിൽ എനിക്ക് 3rd ഗിയറിലല്ലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വാഹനം മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്ലച്ച് എന്ന് കാലയ്ക്ക്. ഇപ്പോൾ 4th വരികയാണ്, ഇവിടെ ഒരു വളവാണ്, ക്ലച്ച് പിടിച്ച് 3rd ഇട്ടു, ക്ലച്ച് എന്ന് കാലയച്ചു. കണ്ടോ? അപ്പം നമുക്ക് ഈ വളവ് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ കൃത്യമായിട്ടുള്ള വീഡിയോ കണ്ട് ഈ കാര്യങ്ങളൊന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്താൽ മതി. അത് 1st ഗിയറിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. മറ്റോരോ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അത്രയും താമസം വരാതെ തന്നെ ഓരോ ഗിയർ അഡ്വാൻസ് ചെയ്ത് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.